പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമും കുടുംബവും ക്ഷേത്ര ദർശനത്തിനിടയിൽ ആ പഴയ കൊട്ടാരവും പരിസരവും ഒക്കെ ചുറ്റി കാണിക്കാൻ ഇറങ്ങി പോവുകയാണ്. ഇതിനിടയിൽ നന്ദിനിയും വിനായകനും അവിടുത്തെ സ്വർണം സൂക്ഷിച്ച നിലവറയെ പറ്റിയിട്ട് പറയുന്നത് കേട്ടു. അതൊന്ന് തപ്പിപ്പിടിക്കാൻ നന്ദിനി തനിയെ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. നന്ദിനി അങ്ങനെ ഒരു ഇരുട്ടത്ത് പരതി നടക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്നും ആരോ ആ മുറിയുടെ വാതിലങ്ങ് അടച്ചു. നന്ദിനി ആകെ പേടിച്ചു വിറച്ച് ആ മുറിക്കുള്ളിൽ അങ്ങ് പെട്ടുപോയി. വിക്രത്തിനെയും കുടുംബത്തെയും വലിയൊരു ആപത്തിൽപ്പെടുത്താൻ ഒരു നിഴല് പോലെ ആരോ കൂടെയുണ്ട്. പാവം വിക്രം ഒഴികെ ആരും തന്നെ അതറിയുന്നില്ല. തന്റെ പുറകെ ആരോ ഉണ്ടെന്നൊരു തോന്നൽ വിക്രമിന് വല്ലാതെ അടിക്കുന്നുണ്ട്. അകത്ത് പെട്ടുപോയ നന്ദിനിയുടെ കരച്ചിൽ പുറത്താരും തന്നെ കേൾക്കുന്നില്ല. അവൾ പേടിച്ച് ആ വാതിലങ്ങ് തട്ടി വിളിച്ചോണ്ടേയിരുന്നു. അപ്പോഴാണ് ശ്രീജ ശ്രദ്ധിക്കുന്നത്. നന്ദിനി എവിടെ? അവളെ കാണുന്നില്ലല്ലോ. വിനായകനും വിക്രമും വേദയും ഒക്കെ ആകെ അന്തം വിട്ട് അവളെ ചുറ്റും നോക്കി. വിനായകൻ പതിവ് പോലെ തന്നെ കളിയാക്കി പറഞ്ഞു, അവൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ വായി നോക്കി നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ സ്വർണ്ണ നിലവറ തേടി പോയതായിരിക്കും. അവളെ എനിക്കറിയില്ലേ. പക്ഷേ വിക്രത്തിനാകെ ടെൻഷനായി. അവൻ നന്ദിനി പോയ വഴിയിലൂടെയൊക്കെ ഓടി. കൂടെ വേദയും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് നന്ദിനിയുടെ ശബ്ദം വിക്രം കേൾക്കുന്നത്. വിക്രം പെട്ടെന്ന് തന്നെ ആ മുറിയുടെ വാതിലങ്ങ് തുറന്നു. വിറച്ചുകൊണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം എവിടെയായിരുന്നു? എത്ര നേരമായി ഞാൻ ഇവിടെ വിളിക്കുന്നു എന്നറിയോ? വേദയും വിക്രമും ചോദിച്ചു. ഏട്ടത്തി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ആരോ വാതിലടച്ച കാര്യം നന്ദിനി പറഞ്ഞപ്പോൾ വിക്രത്തിന് വീണ്ടും എന്തൊക്കെയോ പന്തികേട് തോന്നി. വേദയൊന്ന് നോക്കിയതിനു ശേഷം വിക്രം പറയുന്നുണ്ട്, അത് ഏട്ടത്തിക്ക് ചിലപ്പോൾ വെറുതെ തോന്നിയതായിരിക്കും. ഇവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, വാ നമുക്ക് പോവാമെന്ന് പറയും. അങ്ങനെ അവർ നേരെ മാഷിന്റെയും കമലമ്മയുടെയും അടുത്തേക്ക് ചെന്നു. നന്ദിനി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ വിനായകൻ അത് തമാശയാക്കി കളിയാക്കി വിട്ടു. പക്ഷേ വിക്രത്തിന്റെ മനസ്സിൽ നിന്ന് ആ ഒരു പേടി പോയിരുന്നില്ല. ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അവൻ വേദയോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അവിടെയൊക്കെ തൊഴുത് വഴിപാടുകളെല്ലാം കഴിച്ച് അവർ വീണ്ടും യാത്ര തുടങ്ങി. പാട്ടും ബഹളവുമായി അടുത്ത ക്ഷേത്രത്തിലെത്തിയപ്പോഴും വിക്രം ആ വണ്ടിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ഒരു ഭഗവതി ക്ഷേത്രത്തിലെത്തിയപ്പോൾ വിക്രം വേദയോട് സീരിയസ് ആയി തന്നെ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വേദ, നമ്മളെ ഒരു വണ്ടി പിന്തുടരുന്നുണ്ട് എന്ന്. അത് ഞാൻ ഇവിടെയും കണ്ടു. അവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും അറിയില്ല. വേദ അത് തിരുത്താൻ ശ്രമിച്ചു. നിങ്ങൾക്ക് തോന്നിയതായിരിക്കും വിക്രം, വെറുതെ ടെൻഷൻ അടിച്ച് സന്തോഷം കളയല്ലേ. ഇവിടെ ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഈ സമയം ഒരു ആൽമരച്ചുവട്ടിലിരുന്നു കൊണ്ട് തന്നെ മാഷ് ഇവർ സംസാരിക്കുന്നത് കേൾക്കാനിടയായി. അച്ഛനെ ആ വണ്ടി ഇടിക്കാൻ വന്നതും വിക്രം രക്ഷിച്ചതുമെല്ലാം വേദയോട് പറയുന്നത് കേട്ട് മാഷ് ആകെ അമ്പരന്നു. അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയാണോ നിങ്ങൾക്ക്? എല്ലാ ആപത്തിൽ നിന്നും അച്ഛനെ രക്ഷിക്കുന്നത് നിങ്ങളല്ലേ? വേദ ചോദിച്ചു. മാഷിന് വേണ്ടി വിക്രം മയക്കുമരുന്ന് കേസ് ഏറ്റെടുത്തതും ജയിലിൽ പോയതും എല്ലാം തന്നെ വേദ ഓർമ്മിപ്പിച്ചു. ഒരു മകൻ അച്ഛന് വേണ്ടി ചെയ്യാവുന്നതിലും അപ്പുറം വിക്രം ചെയ്തു കഴിഞ്ഞുവെന്നും ദൈവം എല്ലാം കാണുന്നുണ്ട് എന്നും വേദ പറഞ്ഞു. ഇതെല്ലാം കേട്ടുനിന്ന സുധാകരൻ മാഷിന്റെ കണ്ണ് നിറഞ്ഞുപോയി. വിക്രം തനിക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിച്ചതറിഞ്ഞ് മാഷ് ഓടി വന്ന് അവനെ അങ്ങ് കെട്ടിപ്പിടിക്കാണ്. വിക്രം ആകെ തരിച്ചു നിൽക്കാണ്. ഇത് സ്വപ്നമാണോ എന്ന് പോലും അവൻ സംശയിച്ചു പോയി. മാഷ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവം എനിക്ക് തന്ന പുണ്യമാണടാ നീയ്. അച്ഛന് വേണ്ടി എന്തു സഹിക്കാൻ തയ്യാറായ മകൻ. ഇത്രയും കാലം നിന്നെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തെറ്റുകാരനാക്കി കണ്ടല്ലോടാ. മാഷിന്റെ സങ്കടം കണ്ട് വേദയുടെയും കണ്ണ് നിറഞ്ഞു. വിക്രം കരഞ്ഞുകൊണ്ട് അച്ഛാ എന്നൊരു വിളി വിളിച്ചു. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. ആ വലിയൊരു മഞ്ഞുരുകൽ അവിടെ സംഭവിച്ചു. പിന്നീട് അവർ ക്ഷേത്രങ്ങൾ ചുറ്റാൻ തുടങ്ങി. ഇതിനിടയിലാണ് വിക്രം വീണ്ടും ആ ഒരു വണ്ടി അവിടെ കാണുന്നത്. വിക്രം ആരെയും നോക്കാതെ അതിന്റെ പുറകെ തന്നെ ഓടി. വേദ പിന്നാലെയും ഓടി. പക്ഷേ വണ്ടി അപ്രത്യക്ഷമായിരുന്നു. വിക്രം തളർന്നിരിക്കുന്നത് കണ്ട് വേദ പറഞ്ഞു, എല്ലാം മറന്ന് സന്തോഷമായിരിക്കുന്ന സമയമാണിത്. അച്ഛൻ നിങ്ങളെ മനസ്സിലാക്കിയില്ലേ? ഇനി ടെൻഷൻ അടിക്കാതിരിക്ക്. വേദ വിക്രത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും ബലമായി തന്നെ കൊണ്ടുപോയി. അങ്ങനെ പിറ്റേന്ന് രാവിലെ വിക്രമും വേദയും ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് പോയി നേർച്ചകളെല്ലാം നടത്തി. ഇരുവരും ചേർന്ന് മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയി. സെൽഫി എടുക്കുകയും ചായ കുടിക്കുകയും ഒക്കെ ചെയ്തു. സന്തോഷത്തോടെ കുറെ അധികം സംസാരിച്ചു. വേദയുടെ ഫോണിൽ അവരുടെ രണ്ടുപേരുടെയും ഒത്തൊരുമിച്ചുള്ള ഫോട്ടോ വാൾപേപ്പറായി ഇടുന്നത് കണ്ടുകൊണ്ട് തന്നെ സന്തോഷത്തോടെ വിക്രം അവളെ നോക്കി. തിരിച്ചു വന്നപ്പോൾ നന്ദിനി പതിവ് പോലെ തന്നെ കളിയാക്കി, രണ്ടുപേരും കൂടി ഞങ്ങളോട് പറയാതെ അടിച്ചു പൊളിക്കാൻ പോയതാണല്ലേ. പിന്നീട് എല്ലാവരും ചേർന്ന് നേരെ അമ്പലത്തിലേക്ക് പോയി. അവിടെ വെച്ച് മാഷ് ഒരു തീരുമാനമെടുത്തു. താൻ വിക്രമിനോട് ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി ശയനപ്രദക്ഷിണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കമലം വല്ലാതെ ആദിപ്പെട്ടു. മാഷെ, സുഖമില്ലാത്തതല്ലേ, എന്തിനാ ഇത് എന്ന് ചോദിച്ചു. വിനായകനും തടയാൻ നോക്കി. പക്ഷേ മാഷ് ഉറച്ചു നിന്നു. തന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ വിക്രമിനോട് മനസ്സുകൊണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ മാഷ് ആ ഒരു ശയന പ്രദക്ഷിണം നടത്തി. വിക്രം ഓടി വന്ന് അച്ഛനെ എഴുന്നേൽപ്പിച്ചു. മാഷ് സ്നേഹത്തോടെ വിക്രമിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ആ സന്തോഷം കണ്ട് എല്ലാവരും നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മാഷ് അങ്ങ് കുഴഞ്ഞു വീണത്. വിക്രം അച്ഛാ എന്നൊരു വിളി വിളിച്ച് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. ക്ഷേത്രത്തിനിടയിൽ ബോധമില്ലാതെ കിടക്കുന്ന മാഷിനെ കണ്ട് എല്ലാവരും തകർന്നുപോയി.
മാഷിന്റെ ആ ഒരു വീഴ്ച എല്ലാവരെയും തളർത്തിയെങ്കിലും അവിടെ നിന്ന് കഥ മാറുന്നത് അതിവേഗത്തിലാണ്. നിലവിളിച്ചുകൊണ്ട് വിക്രം അച്ഛനെ താങ്ങിയെടുത്തത് അടുത്തുള്ള ആശുപത്രിയിലേക്ക് പാഞ്ഞു. മാഷിന് ചെറിയൊരു സ്ട്രോക്ക് വന്നതാണെന്നും പക്ഷേ ഭാഗ്യത്തിന് അപകടനില തരണം ചെയ്തുവെന്നും ഡോക്ടർമാർ പറയുമ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ശ്വാസം നേരെ വീണത്. അപ്പോഴും ആശുപത്രി വരാന്തയിൽ ആ ഒരു പഴയ കറുത്ത വണ്ടി വീണ്ടും വന്നു നിൽക്കുന്നത് വിക്രം ജനാലിലൂടെ കണ്ടു. ഇനി ഒളിച്ചു കളിക്കാൻ വയ്യ എന്ന് വിക്രം ഉറപ്പിച്ചു. വേദയോട് പോലും പറയാതെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി ആ വണ്ടിയെ പിന്തുടർന്നു. ടൗണിന് പുറത്തുള്ള ഒരു വിജനമായ ഗോഡൌണിലെ മുന്നിലാണ് ആ വണ്ടി നിന്നത്. വിക്രം ആക്രോശിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച ശരിക്കും അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, വിക്രത്തിന്റെ പഴയ ശത്രുവായ വാസവന്റെ ഗുണ്ടകളായിരുന്നു. പക്ഷേ അവരെ നിയന്ത്രിച്ചിരുന്നത് വിക്രത്തിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു. അതെ, ശ്രീകാന്ത്. വിക്രത്തിന്റെ അച്ഛൻ സുധാകര മാഷിന്റെ കേസിൽ അന്ന് ജയിലിൽ പോയ സമയത്ത് അവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ തട്ടിയെടുക്കാൻ പ്ലാൻ ചെയ്ത ഒരു അകന്ന ബന്ധു. വാസവനും ശ്രീകാന്ത് ചേർന്നുകൊണ്ടതിന് വിക്രമിനെ കൊല്ലാനല്ല, പക്ഷേ അവരെ മാനസികമായി തളർത്താൻ തന്നെയായിരുന്നു അവരുടെ എല്ലാം പ്ലാന്. ഈ യാത്രക്കിടെ വിക്രമിനെ അങ്ങ് ഇല്ലാതാക്കണം, സുധാകര മാഷിനെ മാനസികമായി തളർത്തണം. ഏതായാലും വിക്രം പിടികൂടിയോടത്തോടു കൂടി തന്നെ അതൊന്നും തന്നെ നടക്കുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം സുധാകര മാഷ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്കെത്തി. ഇപ്പോൾ ആ വീട്ടിൽ പഴയ കൈപ്പേറിയ ഓർമ്മകളൊന്നും തന്നെ ഇല്ല. വിക്രമിനെ മാഷ് നെഞ്ചോട് ചേർത്ത് നിർത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മാപ്പ് ചോദിച്ചു. വിക്രമിന്റെയും വേദയുടെയും സ്നേഹത്തിനു മുന്നിൽ താൻ തോറ്റുപോയി എന്നും അദ്ദേഹം ഏറ്റുപറഞ്ഞു. നന്ദിനിയും വിനായകനും പഴയ തമാശകളുമായി വീണ്ടും സജീവമായിരുന്നു. വിക്രം തന്റെ ജോലി കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കാനും മാഷിന്റെ കൂടെ സമയം ചെലവഴിക്കാനും തുടങ്ങി. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ കള്ളത്തരങ്ങൾ പൊളിച്ച് വിക്രമും വേദയും തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ ചുവടുവെക്കുന്നു. എന്നാൽ ആ ഒരു സന്തോഷത്തിനും അധികം ഒന്നും തന്നെ ആയുസ്സുണ്ടായിരുന്നില്ല. വിക്രം മലക്ക് പോകുന്നതിന് തൊട്ടു മുൻപായിട്ട് തന്നെ വാസവനും ഗുണ്ടകളും ചേർന്നുകൊണ്ട് തന്നെ വിക്രമിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം പദ്ധതികളൊക്കെ മെനയുന്നുണ്ട്. വിക്രമിനെ ഇല്ലാതാക്കണം. വിക്രം വ്രതശുദ്ധിയിലായതുകൊണ്ട് തന്നെ അവൻ ഏതായാലും തിരിച്ച് പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. സുധാകര മാഷെ അപായപ്പെടുത്തുന്നതിന് പിന്നിൽ വിക്രമിന്റെ ഗുണ്ടകളാണെന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയുന്നതോടുകൂടി തന്നെ സുധാകര മാഷും കമലമ്മയും വിക്രത്തെ വെറുക്കും. ഇതിന് പിന്നിലെല്ലാം തന്നെ വേദ കാരണമാണെന്നറിയുമ്പോൾ എല്ലാവർക്കും വേദയോട് ദേഷ്യമായിരിക്കും. അങ്ങനെ വേദ സ്വയം മനസ്സോടുകൂടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവണമെന്ന പദ്ധതിയായിരിക്കട്ടോ വാസവനും ശ്രീകാന്തും ചേർന്ന് തയ്യാറാക്കുന്നത്.